തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പ്രതിപക്ഷ നേതാവിന് CBI കുരുക്കുമായി വിജിലൻസ്. പുനർജനി പദ്ധതിക്കായി ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് എത്തിച്ചത് CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്തു. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം എത്താത്തതിനാൽ അഴിമതി നിരോധന നിയമം നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി സെപ്റ്റംബറിൽ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടും പുറത്തുവന്നു. VS അനുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. VS അനു, എന്തായാലും ഈ ഒരു സംഭവം ഇത് ഒരു കുരുക്കാകുന്നു, അത്തരത്തിൽ കേസൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ തെളിവില്ലാത്ത ഒരു കാര്യത്തിലാണ് അത്തരത്തിൽ CBI കേസെടുത്തത് എന്നാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സതീശന് ക്ലീൻ ചിറ്റാണ് നൽകുന്നത്. 6 മാസം മുമ്പ് ഇക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു, അന്ന് നടപടിയെടുത്തില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു നടപടിയെടുക്കേണ്ട കാര്യമില്ല എന്ന് സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ബോധ്യമുണ്ട് എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിലവിൽ എന്താണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്? സ്വാതി, യഥാർത്ഥം ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് 2 റിപ്പോർട്ടുകളാണ്. അതായത് ആദ്യ റിപ്പോർട്ടിൽ ഇത് ഈ പറയുന്ന ഫോറിൻ അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ സഹായങ്ങൾ കോൺട്രിബ്യൂഷൻ വാങ്ങുമ്പോഴുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നും ഇക്കാര്യത്തിൽ CBI എൻക്വയറി വേണം എന്നുമുള്ള വാർത്തയാണ് രാവിലെ പുറത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CBI എൻക്വയറി വേണം. മാത്രമല്ല സതീശനെതിരെ നിയമസഭാ ചട്ടം റൂൾ 41 പ്രകാരം സ്പീക്കർ നടപടിയെടുക്കണമെന്നും ഈ രാവിലെ വന്ന റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ രണ്ടാമതായി 2025 സെപ്റ്റംബർ മാസം 19-ാം തീയതി വിജിലൻസിന്റെ IG ആയിരുന്ന കാർത്തിക് വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം VD സതീശന്റെ അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് പണം വന്നിട്ടില്ല എന്നും അദ്ദേഹം പണം കൈമാറ്റം അല്ലെങ്കിൽ ഫണ്ട് വിനിയോഗം നടത്തിയെന്നും പറയാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അഴിമതി നിരോധന നിയമം വകുപ്പ് 7 പ്രകാരമോ 7A പ്രകാരമോ കേസെടുക്കാൻ സാധ്യമല്ല എന്നും കാണിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഇത് ഇപ്പോഴും ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വിജിലൻസ് പരിശോധന പൂർണ്ണമായിട്ടില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇനിയും ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട്, കാരണം സതീശന് ഈ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതേ മറ്റൊരു ആക്ഷേപം അവിടെ നിൽക്കുന്നു. അതായത് ഈ വിദേശത്ത് നിന്നും ഈ പറയുന്ന സംഭാവനകൾ വാങ്ങിയതിൽ വീഴ്ചയുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ CBI എൻക്വയറിക്ക് വിടാം. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നേരത്തെ ഉണ്ടായിരുന്ന ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിൽക്കാം. ഏതായിരുന്നാലും ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ വരുന്ന പ്രകാരമാണെങ്കിൽ സതീശനെ ആശ്വാസകരമായ, അതായത് രാവിലെ സതീശനെ ആക്രമിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുന്തമുനയിൽ നിർത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പൊട്ടിവീണതെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും അക്കാര്യത്തിൽ സതീശന് വീഴ്ചയില്ല എന്ന തരത്തിലേക്കുള്ള ഒരു വിജിലൻസ് റിപ്പോർട്ട് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. തികച്ചും ഇത് രാഷ്ട്രീയമാണ്. സതീശനെ സ്വാഭാവികമായും രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരിക്കണം ഇന്ന് ഈ രാവിലെ ഈ വാർത്ത ഇങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അതിൽ വളരെ കൃത്യമായൊരു കൗണ്ടർ അറ്റാക്ക് കോൺഗ്രസിന്റെയും VD സതീശന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ ഈ പറയുന്ന അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വിജിലൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. സ്വാതി. ശരി അനു.